തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം, അധ്യായം 19. ദാവീദിനെ വധിക്കാൻ ശ്രമം. ദാവീദിനെ കൊന്നുകളയുമെന്ന് സാവൂൾ ജോനാഥാനോടും ഭൃത്യന്മാരോടും കൽപ്പിച്ചു. എന്നാൽ സാവൂളിൻ്റെ മകൻ ജോനാഥാൻ ദാവീദിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ജോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, എൻ്റെ പിതാവ് സാവൂൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിനാൽ നാളെ രാവിലെ നീ എവിടെയെങ്കിലും പോയി കരുതലോടെ ഒളിച്ചിരിക്കുക. നീ ഒളിച്ചിരിക്കുന്ന വയലിൽ വന്ന് എൻ്റെ പിതാവിനോട് നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കാം. എന്തെങ്കിലും അറിഞ്ഞാൽ നിന്നോട് പറയാം. ജോനാഥാൻ തൻ്റെ പിതാവ് സാവൂളിനോട് ദാവീദിനെപ്പറ്റി നന്നായി സംസാരിച്ചു. അവൻ പറഞ്ഞു, ദാസനായ ദാവീദിനോട് രാജാവ് തിന്മ പ്രവർത്തിക്കരുതേ. അവൻ അങ്ങയോട് തിന്മ പ്രവർത്തിച്ചിട്ടില്ല. അവൻ്റെ പ്രവൃത്തികൾ അങ്ങേക്ക് ഗുണകരമായിരുന്നതേയുള്ളൂ. അവൻ സ്വജീവനെ അവഗണിച്ചു പോലും ഗോലിയാത്തിനെ വധിച്ചു. മഹത്തായ വിജയം കർത്താവ് ഇസ്രായേലിയർക്ക് നൽകി. അത് കണ്ട് അങ്ങ് സന്തോഷിച്ചതാണ്. അകാരണമായി ദാവീദിനെ കൊന്ന് നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നതെന്തിന്? സാവൂൾ ജോനാഥാന്റെ വാക്ക് കേട്ടു. ദാവീദിനെ കൊല്ലുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തു. ജോനാഥാൻ ദാവീദിനെ വിളിച്ച് ഇതറിയിച്ചു. അവൻ ദാവീദിനെ സാവൂളിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് മുൻപത്തെ പോലെ അവനെ സേവിച്ചു. വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് ഫിലിസ്തീനോട് പടവെട്ടി വളരെ പേരെ വധിച്ചു. അവർ തോറ്റോടി. കർത്താവ് അയച്ച ദുരാത്മാവ് സാവൂളിൻ്റെ മേൽ ആവസിച്ചു. അവൻ കയ്യിൽ ഒരു കുന്തവുമായി കൊട്ടാരത്തിൽ ഇരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. സാവൂൾ അവനെ കുന്തം കൊണ്ട് ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ശ്രമിച്ചു. അവൻ ഒഴിഞ്ഞു മാറി. കുന്തം ചുമരിൽ തറഞ്ഞു കയറി. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. ദാവീദിനെ രാവിലെ കൊല്ലാൻ കാത്തു നിൽക്കേണ്ടതിന് അവൻ്റെ താമസ സ്ഥലത്തേക്ക് ആ രാത്രിയിൽ സാവൂൾ ദൂതന്മാരെ അയച്ചു. എന്നാൽ അവൻ്റെ ഭാര്യ മിഖാൽ പറഞ്ഞു, ഈ രാത്രി രക്ഷപ്പെട്ടില്ലെങ്കിൽ നാളെ അങ്ങ് വധിക്കപ്പെടും. ജനൽ വഴി ഇറങ്ങിപ്പോകാൻ മിഖാൽ ദാവീദിനെ സഹായിച്ചു. അങ്ങനെ അവൻ ഓടി രക്ഷപ്പെട്ടു. മീഖാൽ ഒരു ബിംബമെടുത്ത് കട്ടിലിൽ കിടത്തി. തലയ്ക്കൽ ആട്ടിൻ രോമം കൊണ്ടുള്ള തലയണ വെച്ച് തുണി കൊണ്ട് പുതപ്പിച്ചു. സാവൂൾ ദാവീദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അവൾ പറഞ്ഞു. അവനെ കൊല്ലാൻ വേണ്ടി കിടക്കയോടെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ സാവൂൾ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അകത്തു കടന്നപ്പോൾ കട്ടിലിൽ ഒരു ബിംബവും തലയ്ക്കൽ ആട്ടിൻ രോമം കൊണ്ടുള്ളൊരു തലയണയുമാണ് കണ്ടത്. സാവൂൾ മീഖാലിനോട് ചോദിച്ചു, എൻ്റെ ശത്രു ഓടി രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ചത്? മീഖാൽ സാവൂളിനോട് പ്രതിവചിച്ചു, നിന്നെ ഞാൻ കൊല്ലാതിരിക്കണമെങ്കിൽ എന്നെ വിട്ടയക്കുക എന്ന് അവൻ എന്നോട് പറഞ്ഞു. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. അവൻ റാമായിൽ സാമുവേലിൻ്റെ അടുക്കലെത്തി. സാവൂൾ തന്നോട് പ്രവർത്തിച്ചതെല്ലാം അവനോട് പറഞ്ഞു. ദാവീദും സാമുവേലും നയോത്തിൽ ചെന്ന് പാർത്തു. ദാവീദ് റാമായിലെ നയോത്തിലുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. ദാവീദിനെ പിടിക്കാൻ അവൻ ദൂതന്മാരെ അയച്ചു. ഒരു സംഘം പ്രവാചകന്മാർ പ്രവചിക്കുന്നതും സാമുവേൽ അവരുടെ നേതാവായി ഇരിക്കുന്നതും സാവൂളിൻ്റെ ഭൃത്യന്മാർ കണ്ടപ്പോൾ അവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് ആവസിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തു. സാവൂൾ ഇതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിക്കാൻ തുടങ്ങി. മൂന്നാമതും അവൻ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. അവസാനം സാവൂൾ നേരിട്ട് റാമായിലേക്ക് പുറപ്പെട്ടു. സെക്കുയിലുള്ള വലിയ കിണറ്റിൻകരയിലെത്തി. സാമുവേലും ദാവീദും എവിടെയെന്ന് അന്വേഷിച്ചു. അവർ റാമായിലുള്ള നയോത്തിലുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അവൻ അങ്ങോട്ട് പോയി. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലും വസിച്ചു. റാമായിലെ നയോത്തിൽ എത്തുന്നതുവരെ അവൻ പ്രവചിച്ചു കൊണ്ടിരുന്നു. അവനും പ്രവചിച്ചുകൊണ്ട് സാമുവേലിൻ്റെ മുൻപാകെ ആ രാത്രിയും പകലും വിവസ്ത്രനായി കിടന്നു. സാവൂളും പ്രവാചകനോ എന്ന പഴമൊഴിക്ക് ഇത് കാരണമായി. സാമുവേലിൻ്റെ 1-ാം പുസ്തകം, അധ്യായം 20.
ജോനാഥാൻ സഹായിക്കുന്നു. ദാവീദ് റാമായിലെ നയോത്തിൽ നിന്ന് ഓടി ജോനാഥാന്റെ അടുത്തെത്തി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു? എന്താണ് എൻ്റെ കുറ്റം? എന്നെ കൊല്ലാൻ മാത്രം എന്ത് പാപമാണ് നിന്റെ പിതാവിനെതിരെ ഞാൻ ചെയ്തത്? ജോനാഥാൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നീ മരിക്കുകയില്ല. എന്നെ അറിയിക്കാതെ ഒരു കാര്യവും ചെറുതായാലും വലുതായാലും എൻ്റെ പിതാവ് ചെയ്യുകയില്ല. പിന്നെ എന്തിന് പിതാവ് ഇക്കാര്യം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു? അങ്ങനെ സംഭവിക്കയില്ല. ദാവീദ് പറഞ്ഞു, നിനക്ക് എന്നോടിഷ്ടമാണെന്ന് നിന്റെ പിതാവിന് നന്നായി അറിയാം. അതിനാൽ നീ ദുഃഖിക്കാതിരിക്കാൻ ഇക്കാര്യം അറിയണ്ടെന്ന് അവൻ വിചാരിച്ചു കാണും. നീയാണേ, ജീവനുള്ള കർത്താവാണേ, ഞാൻ പറയുന്നു, ഞാനും മരണവും തമ്മിൽ ഒരടി അകലമേയുള്ളൂ. ജോനാഥാൻ അവനോട് പറഞ്ഞു, നീ ആവശ്യപ്പെടുന്നതെന്തും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. ദാവീദ് പറഞ്ഞു, നാളെ അമാവാസിയാണ്. പതിവനുസരിച്ച് ഞാൻ രാജാവിനോടൊത്ത് ഭക്ഷണത്തിനിരിക്കേണ്ടതാണ്. പക്ഷേ 3-ാം നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിക്കാൻ എന്നെ അനുവദിക്കണം. നിന്റെ പിതാവ് എന്നെ തിരക്കിയാൽ ദാവീദ് തൻ്റെ കുടുംബം മുഴുവനും ചേർന്നുള്ള വാർഷിക ബലിക്ക് ബേത്ലഹേമിൽ പോകാൻ അനുമതിക്കായി കേണപേക്ഷിച്ചു എന്ന് പറയണം. അവൻ അത് കേട്ട് തൃപ്തനായാൽ ഈ ദാസന്റെ ഭാഗ്യം, കുപിതനായാൽ എന്നോട് തിന്മ ചെയ്യാൻ ഉറച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ആകയാൽ ഈ ദാസനോട് കരുണ കാണിക്കണം. നമ്മൾ തമ്മിൽ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ കുറ്റക്കാരനാണെങ്കിൽ നീ തന്നെ എന്നെ കൊല്ലുക. എന്തിനാണ് നിന്റെ പിതാവിൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്? ജോനാഥാൻ പറഞ്ഞു, അത് സംഭവിക്കാതിരിക്കട്ടെ. എൻ്റെ പിതാവ് നിന്നെ ദ്രോഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ നിന്നോട് പറയാതിരിക്കുമോ? അപ്പോൾ ദാവീദ് ജോനാഥാനോട് ചോദിച്ചു, നിന്റെ പിതാവ് പരുഷമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അക്കാര്യം ആരെന്നെ അറിയിക്കും? വരിക, നമുക്ക് വയലിലേക്ക് പോകാമെന്ന് ജോനാഥാൻ പറഞ്ഞു. അവരിരുവരും പോയി. ജോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണേ, നാളെയോ മറ്റന്നാളോ ഈ സമയത്ത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവൻ നിനക്ക് അനുകൂലമാണെന്ന് കണ്ടാൽ ഞാൻ വിവരമറിയിക്കുകയും ചെയ്യും. നിന്നെ ദ്രോഹിക്കാനാണ് എൻ്റെ പിതാവിൻ്റെ തീരുമാനമെങ്കിൽ അതറിയിച്ച് നിന്നെ ഞാൻ സുരക്ഷിതനായി പറഞ്ഞയക്കും. അല്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ. കർത്താവ് എൻ്റെ പിതാവിനോട് കൂടെയായിരുന്നതുപോലെ നിന്നോട് കൂടെയുമായിരിക്കട്ടെ. ഞാൻ ജീവിച്ചിരുന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് കാരുണ്യം കാണിക്കണം. മരിച്ചാൽ എൻ്റെ കുടുംബത്തോട് നിനക്കുള്ള കൂറ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കർത്താവ് ദാവീദിൻ്റെ ശത്രുക്കളെയെല്ലാം ഭൂമുഖത്തു നിന്ന് ഉന്മൂലനം ചെയ്യുമ്പോൾ ജോനാഥാൻ്റെ നാമം ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് വിച്ഛേദിക്കരുതേ. നിന്റെ ശത്രുക്കളോട് കർത്താവ് പകരം ചോദിക്കട്ടെ. ദാവീദിന് തന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ജോനാഥാൻ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അവൻ ദാവീദിനെ പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്നു. ജോനാഥാൻ അവനോട് പറഞ്ഞു, നാളെ അമാവാസിയാണ്. ശൂന്യമായ നിന്റെ ഇരിപ്പിടം നിന്റെ അഭാവം അറിയിക്കും. മറ്റന്നാൾ നിന്റെ അസാന്നിധ്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അന്ന് നീ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് കൽക്കൂമ്പാരത്തിന് സമീപം മറഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു വശത്തേക്ക് 3 അമ്പ് ഉന്നം നോക്കി ഞാൻ എയ്യും. പോയി അമ്പ് എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ ഞാൻ അങ്ങോട്ടയക്കും. അമ്പ് നിന്റെ ഇപ്പുറത്താണ്, എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നിനക്ക് എഴുന്നേറ്റ് വരാം. നീ സുരക്ഷിതനാണ്. അപകടമുണ്ടാവുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. അമ്പ് നിനക്ക് അപ്പുറത്താണെന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നീ പൊയ്ക്കൊള്ളണം. കർത്താവ് നിന്നെ അകലത്തേക്ക് അയക്കുകയാണ്. നാം തമ്മിൽ ഈ പറഞ്ഞതിന് കർത്താവ് എന്നും സാക്ഷിയായിരിക്കട്ടെ. ദാവീദ് വയലിൽ പോയി ഒളിച്ചിരുന്നു. അമാവാസിയായി. രാജാവ് ഭക്ഷണത്തിനിരുന്നു. രാജാവ് പതിവ് പോലെ ഭിത്തിയോട് ചേർന്നുള്ള തൻ്റെ ഇരിപ്പിടത്തിലിരുന്നു. ജോനാഥാൻ എതിർവശത്തും അബ്നേർ സാവോളിൻ്റെ സമീപത്തും. ദാവീദിൻ്റെ ഇരിപ്പിടമാകട്ടെ ഒഴിഞ്ഞുകിടന്നു. സാവോൾ അന്ന് ഒന്നും പറഞ്ഞില്ല. ദാവീദിന് എന്തോ സംഭവിച്ചിരിക്കണം. ഒരുപക്ഷെ അവൻ അശുദ്ധനാണ്. തീർച്ചയായും അങ്ങനെ തന്നെ എന്ന് അവൻ കരുതി. അമാവാസിയുടെ പിറ്റേ ദിവസവും ദാവീദിൻ്റെ ഇരിപ്പിടം ഒഴിഞ്ഞുകിടന്നു. സാവൂൾ പുത്രനായ ജോനാഥാനോട് ചോദിച്ചു, ജസ്സയുടെ മകൻ ഇന്നലെയും ഇന്നും ഭക്ഷണത്തിന് വരാത്തതെന്താണ്? ജോനാഥാൻ പറഞ്ഞു, ബേത്ലഹേമിലേക്ക് പോകാൻ അവൻ എന്നോട് അനുവാദം ചോദിച്ചിരുന്നു.
ഞങ്ങളുടെ ഭവനം നഗരത്തിൽ ഒരു ബലി അർപ്പിക്കുന്നതിനാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് എൻ്റെ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പൊയ്ക്കൊള്ളട്ടെ. എന്നോട് ദയയുണ്ടെങ്കിൽ എൻ്റെ സഹോദരന്മാരെ പോയി കാണാൻ അനുവദിക്കണം എന്ന് അവൻ അപേക്ഷിച്ചു. അതുകൊണ്ടാണ് രാജാവിൻ്റെ വിരുന്നിന് അവൻ വരാതിരുന്നത്. അപ്പോൾ സാവൂളിൻ്റെ കോപം ജോനാഥനെതിരെ ജ്വലിച്ചു. ദുർവൃത്തയും ദുശ്ശാഠ്യക്കാരിയുമായവളുടെ പുത്ര, നീ ജെസ്സയുടെ പുത്രൻ്റെ പക്ഷം ചേർന്ന് നിന്റെയും നിന്റെ അമ്മയുടെയും നാണം കെടുത്തുകയാണെന്ന് എനിക്കറിയാം. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് രാജാവാകാനോ രാജ്യത്വം സ്ഥാപിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് അവനെ ആളയച്ച് എൻ്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവരിക. അവൻ മരിക്കണം. ജോനാഥൻ ചോദിച്ചു, എന്തിനവനെ വധിക്കണം? അവൻ എന്തു ചെയ്തു? സാവൂൾ ജോനാഥാനെ കൊല്ലാൻ അവൻ്റെ നേരെ കുന്തം എറിഞ്ഞു. ദാവീദിനെ കൊല്ലാൻ തന്നെ തൻ്റെ പിതാവ് തീരുമാനിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ തീന്മേശയിൽ നിന്ന് കോപത്തോടെ ചാടി എഴുന്നേറ്റു. അമാവാസിയുടെ പിറ്റേ ദിവസമായ അന്ന് അവൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. തൻ്റെ പിതാവ് ദാവീദിനെ അപമാനിച്ചത് നിമിത്തം അവൻ ദുഃഖിച്ചു. പിറ്റേ ദിവസം രാവിലെ ദാവീദുമായി പറഞ്ഞൊത്തിരുന്നതനുസരിച്ച് ജോനാഥൻ ഒരു കുട്ടിയോടൊത്ത് വയലിലേക്ക് ചെന്നു. ജോനാഥൻ ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ എയ്യുന്ന അമ്പ് ഓടിച്ചെന്ന് കണ്ടെടുക്കുക. കുട്ടി ഓടുമ്പോൾ അവൻ്റെ അപ്പുറത്തേക്ക് ഒരമ്പ് എയ്തു. ജോനാഥൻ എയ്ത അമ്പ് വീണെടുത്ത് കുട്ടി ചെന്നപ്പോൾ അവൻ കുട്ടിയോട് വിളിച്ചു പറഞ്ഞു, അമ്പ് നിന്റെ അപ്പുറത്തല്ലേ? ജോനാഥൻ വീണ്ടും കുട്ടിയോട് വിളിച്ചു പറഞ്ഞു, അവിടെ നിൽക്കരുത്, ഓടുക, വേഗമാകട്ടെ. കുട്ടി അമ്പ് പെറുക്കിയെടുത്ത് അവൻ്റെ അടുത്തെത്തി. ജോനാഥാനും ദാവീദിനുമല്ലാതെ കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ജോനാഥാൻ ആയുധങ്ങൾ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഇവയെല്ലാം നഗരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. കുട്ടി പോയ ഉടനെ ദാവീദ് കൽക്കൂനയ്ക്കടുത്ത് നിന്ന് എഴുന്നേറ്റ് 3 പ്രാവശ്യം നിലത്ത് കുമ്പിട്ടു. ജോനാഥാനും ദാവീദും പരസ്പരം ചുംബിച്ചു. ദാവീദിന് പരിസരബോധം വരുന്നതുവരെ അവർ കരഞ്ഞു. ജോനാഥാൻ അവനോട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക. കർത്താവ് എനിക്കും നിനക്കും എൻ്റെ സന്തതിക്കും നിന്റെ സന്തതികൾക്കും മധ്യേ എന്നും സാക്ഷിയായിരിക്കട്ടെ എന്ന് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ടല്ലോ. ദാവീദ് യാത്രയായി. ജോനാഥാൻ നഗരത്തിലേക്ക് മടങ്ങി. സാമുവേലിൻ്റെ 1-ാം പുസ്തകം അധ്യായം 21. ദാവീദ് ഒളിച്ചോടുന്നു. ദാവീദ് നോബിൽ പുരോഹിതനായ അഹീമലേക്കിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. അഹീമലേക്ക് സംഭ്രമത്തോടെ ദാവീദിനെ എതിരേറ്റുകൊണ്ട് ചോദിച്ചു, നീ എന്താണ് തനിച്ച്? കൂടെ ആരുമില്ലേ? ദാവീദ് പറഞ്ഞു, രാജാവ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ഏൽപ്പിച്ചയക്കുന്ന കാര്യം ആരും അറിയരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുമുണ്ട്. എൻ്റെ ഭൃത്യന്മാരോട് ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആകയാൽ അങ്ങയുടെ കൈവശം എന്തുണ്ട്? എനിക്ക് 5 അപ്പം തരിക, അല്ലെങ്കിൽ ഉള്ളതാകട്ടെ. പുരോഹിതൻ ദാവീദിനോട് പറഞ്ഞു, വിശുദ്ധയപ്പമല്ലാതെ സാധാരണയപ്പം എൻ്റെ കൈവശമില്ല. നിന്റെ ഭൃത്യന്മാർ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണെങ്കിൽ മാത്രമേ തരികയുള്ളൂ. ദാവീദ് പറഞ്ഞു, സത്യമായി ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ ഞങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്നിരിക്കും. സാധാരണ യാത്രയിൽ പോലും എൻ്റെ ഭൃത്യന്മാരുടെ പാത്രങ്ങൾ ശുദ്ധിയുള്ളവയായിരിക്കും. അതിലെത്രയോ അധികമായി ഇന്ന്. പുരോഹിതൻ അവന് വിശുദ്ധയപ്പം കൊടുത്തു. പുതിയത് പകരം വയ്ക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എടുത്തു മാറ്റിയ തിരുസാന്നിധ്യപ്പമല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നു. സാവൂളിൻ്റെ ഭൃത്യന്മാരിൽ ഒരാൾ അന്ന് അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. സാവൂളിൻ്റെ ഇടയ പ്രമാണിയും ഏദ്യോമിനുമായ ദൊയേഗ് ആയിരുന്നു അത്. ദാവീദ് അഹീമലേക്കിനോട് ചോദിച്ചു, അങ്ങയുടെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ? രാജാവ് കൽപ്പിച്ച കാര്യം നിർവഹിക്കാനുള്ള തിടുക്കത്തിൽ ഞാൻ വാളോ മറ്റായുധങ്ങളോ എടുക്കാൻ വിട്ടുപോയി. പുരോഹിതൻ പറഞ്ഞു, ഏലാ താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫിലിസ്തീനായ ഗോലിയാത്തിൻ്റെ വാൾ ഏഫോദിൻ്റെ പിറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ എടുക്കാം, അല്ലാതെ വേറൊന്നും ഇവിടെയില്ല. ദാവീദ് പറഞ്ഞു, അതിന് തുല്യം മറ്റൊന്നില്ല, അതെനിക്ക് തരിക. സാവൂളിൻ്റെ മുൻപിൽ നിന്നോടി ദാവീദ് അന്നു തന്നെ ഗത്ത് രാജാവായ അക്കീഷിൻ്റെ അടുത്തെത്തി. അക്കീഷിൻ്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു, ഈ ദാവീദ് ആ നാട്ടിലെ രാജാവല്ലേ? സാവൂൾ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് ഇവനെക്കുറിച്ചല്ലേ അവർ പാടി നൃത്തം ചെയ്തത്?
ദാവീദ് ഇതിൻ്റെ പൊരുൾ ഗ്രഹിച്ചപ്പോൾ ഗത്തിലെ രാജാവായ അക്കീഷിനെ വളരെയധികം ഭയപ്പെട്ടു. അവരുടെ മുൻപിൽ അവൻ ഭാവം മാറ്റി ബുദ്ധിഭ്രമം നടിച്ച് വാതിലിൻ്റെ കതകുകളിൽ കുത്തിവരയ്ക്കുകയും താടിയിലൂടെ തുപ്പലൊലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അക്കീഷ് ഭൃത്യന്മാരോട് ചോദിച്ചു, ഇവൻ ഭ്രാന്തനാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അവനെ എന്തിന് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു? എൻ്റെ മുൻപിൽ ഭ്രാന്ത് കളിപ്പിക്കാൻ ഇവനെ കൊണ്ടുവരാൻ എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവാണോ? എൻ്റെ കൊട്ടാരത്തിലാണോ ഇവൻ വരേണ്ടത്? ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.